വെൽക്കം ബാക്ക് കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്നല്ലേ, ചിക്കൻ കൊത്ത് ഫ്രൈ ബിരിയാണി, അതും ചിക്കൻ കൊത്തിയെടുക്കാതെ. അപ്പൊ വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഫോളോ മാംഗോ കിച്ചൻ ബൈ ചൂസ്. അപ്പൊ നമുക്ക് വീഡിയോ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മല്ലി 1 ടേബിൾ സ്പൂൺ, ഏലക്ക 4 എണ്ണം, സിനമൺ 2 ഇഞ്ച് വലിപ്പം, ഗ്രാമ്പു 5, കസൂരി മേത്തി 1/2 കപ്പ്, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. ഞാനിവിടെ സാധാ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി റെഡ് ചില്ലി എടുക്കാം, ഒരു 8-10 എണ്ണം. ഞാനിവിടെ ഡ്രൈ ജിഞ്ചർ പൗഡർ ഇല്ലാത്തതിനാൽ ജിഞ്ചർ 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക, തരിയൊന്നും ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ മെയിൻ മസാലക്കൂട്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. ഞാൻ ചിക്കന്റെ ഫുൾ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ചിക്കൻ നമുക്ക് പീസുകളാക്കാം. ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസുകളാക്കാം, ഇല്ലെങ്കിൽ കൈകൾ വെച്ച് നിങ്ങൾക്ക് പീസുകളാക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുക്കാം. ഏകദേശം 150 ഗ്രാം ഉള്ള സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസ് ആയിട്ടോ അല്ലെങ്കിൽ ചോപ്പായിട്ടോ നിങ്ങൾക്ക് എടുക്കാം. സവാള അരിയുമ്പോൾ കണ്ണ് നനയാതിരിക്കാൻ ഫ്രീസറിൽ 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണിന് വേണ്ട ജിഞ്ചർ ഗാർലിക് ചതച്ചെടുക്കാം. പേസ്റ്റ് ആയി കിട്ടണം എന്നില്ല. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാള നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കുക. നമ്മളൊരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്ത് പ്യൂരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്യുക. 3-4 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന മസാലക്കൂട്ട് കൂടി ആഡ് ചെയ്യുക. ശകലം വെള്ളം കൂടി ആഡ് ചെയ്യാം, മസാല നന്നായി പിടിക്കാനാണ്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്, ഒപ്പം നന്നായിട്ട് മൊരിഞ്ഞും വരുന്നുണ്ട്. ചിക്കൻ നല്ല ഫ്രൈ പരുവത്തിലാവണം, അതാണ് പരുവം. ചിക്കൻ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി മല്ലിയില കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊപ്പം തിന്നാൻ പെട്ടെന്നൊരു ചോറ് കൂടി തയ്യാറാക്കാം. ആദ്യം 1 ടീസ്പൂൺ ബട്ടർ ഒരു കുക്കറിലേക്ക് ഇടാം. പിന്നെ ഹോൾ സ്പൈസസ് ഇടാം. 1 ക്യാരറ്റ് കൊത്തിയരിഞ്ഞത്, 3 പച്ചമുളക് എന്നിവ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ബസ്മതി അരി കഴുകി 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അതും കൂടി ആഡ് ചെയ്യാം. 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വിസിലില്ലാതെ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇനി വെന്ത ചോറിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൊത്തു ഫ്രൈ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം. ഞാനിവിടെ ആദ്യം മല്ലിയില ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ടിട്ടുണ്ട്. പുറമെ ചിക്കനും ചോറും ഇട്ട് കഴിക്കാനെടുക്കാം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ഫ്രം അച്ചു.